ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് ത്രെഡ്സ്, അതുപോലെ എങ്ങനെ ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എന്താണ് ത്രെഡ്സ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ കമ്പനി ആയിട്ടുള്ള മെറ്റ ട്വിറ്ററിന് പകരക്കാരനായിട്ട് കൊണ്ടു വന്നിട്ടുള്ള ഒരു മൈക്രോ വ്ളോഗിംഗ് ആപ്പാണ് ഈ ഒരു ത്രെഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ത്രെഡ്സ് നമ്മളെ ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതിനൊരു ബദലായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനൊരു എതിരാളി എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്കിതിന് പറയാം ഈ ഒരു ത്രെഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ടെക്സ്റ്റ് ഉപയോഗിച്ച് ആശയങ്ങളും അതുപോലെ ട്രെൻഡുകളും പങ്കിടാനുള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ ടെക്സ്റ്റ് അധിഷ്ഠിത കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ത്രെഡ്സ്. ത്രെഡ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ത്രെഡ്സ് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൊബൈൽ സ്ക്രീനിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇൻസ്റ്റഗ്രാമുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു ആപ്പാണ് ഈ ഒരു ത്രെഡ്സ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഇവിടെ ഓപ്പൺ ചെയ്ത് ഈ ഒരു നമ്മളെ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള ഈ ഒരു 3 ലൈനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു ആനിമേഷനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ത്രെഡ്സിൻ്റെ ഐക്കണാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു യൂസർ നെയിം QR കോഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ കാണാൻ പറ്റും ഗെറ്റ് ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ പ്ലേ സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയോ ഈ ഒരു ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേ സ്റ്റോർ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ത്രെഡ്സിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ്. അതിവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ് ഈ ഒരു ത്രെഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഓപ്പൺ ആയി വരുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ത്രെഡ്സും ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴെ കാണാൻ പറ്റും നിങ്ങളെ ഇൻസ്റ്റഗ്രാം ID ഇവിടെ താഴെ കാണാൻ പറ്റും. അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒരു ലോഗിൻ റിക്വസ്റ്റ് വരും. അപ്പോൾ ആ റിക്വസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ അപ്രൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്രൂവ് റിക്വസ്റ്റ് എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കിലോട്ട് വന്ന് നമ്മൾ ആ ഒരു ത്രെഡ്സ് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇതുപോലൊരു പ്രൊഫൈൽ പേജ് വരും. അപ്പോൾ ഇതിൽ നമ്മളെ നെയിം കാണാൻ പറ്റും. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം നെയിമാവും ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയും ചേഞ്ച് ആവും. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുള്ള അതേ പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം അതിന് താഴെ ബയോ കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ബയോ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ലിങ്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലുള്ള ബയോ ലിങ്കൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമ്പോർട്ട് ഫ്രം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുള്ള ബയോയും അതുപോലെ ലിങ്കൊക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ കാണാൻ പറ്റും കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു പ്രൈവസി പേജ് വരും. അപ്പോൾ ഇതിലൂടെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. പബ്ലിക് പ്രൊഫൈലും അതുപോലെ പ്രൈവറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പബ്ലിക് പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. ഇനി പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്രൂവ് ചെയ്യുന്ന ഫോളോവേഴ്സിന് മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പബ്ലിക് ആണോ അതുപോലെ പ്രൈവറ്റ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പബ്ലിക് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്നതിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതുപോലൊരു പേജ് വരും. അപ്പോൾ ഇതിൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാവരുടെ ലിസ്റ്റും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോരുത്തർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഫോളോ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ഒരേ സമയം തന്നെ ഫോളോ ചെയ്യാനായിട്ട് ഇവിടെ ഫോളോ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഈ ഒരു പേജ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ മുകളിലുണ്ട്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ഞാനിവിടെ ഫോളോ ചെയ്യാണ്. അപ്പോൾ ഫോളോ ഓൾ എന്നതിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതുപോലൊരു പേജ് വരും ഹൗ ത്രെഡ്സ് വർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെ കാണാൻ പറ്റും ജോയിൻ ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ത്രെഡ്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു ഹോം പേജിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള പല പോസ്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റിന് താഴെ ഇവിടെ നമുക്ക് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ നമ്മൾ ട്വിറ്ററിലൊക്കെ ചെയ്യുന്ന പോലെ റീട്വീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ആ ഒരു പോസ്റ്റ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും.
അതിനുശേഷം രണ്ടാമതുള്ള ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ മറ്റ് പേജുകളൊക്കെ ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ മൂന്നാമതൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോസ്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ക്യാരക്ടറൊക്കെ എഴുതി നമുക്ക് അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഹായ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോയോ വീഡിയോ ഒക്കെ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്കണിലോട്ട് കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒക്കെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഡൺ എന്നതിലോട്ട് കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ ഇതുപോലെ വരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ത്രെഡ്സിൽ 500 ക്യാരക്ടർ വരെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഇതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് ട്വിറ്റർ ആണെന്നുണ്ടെങ്കിൽ ട്വിറ്ററിനെ സംബന്ധിച്ച് ഒരു 280 ക്യാരക്ടർ മാത്രമേ ട്വിറ്ററിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് 500 ക്യാരക്ടർ വരെ ഇതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഒരു ത്രെഡ്സിൽ. അതുപോലെ നമ്മളൊരു വീഡിയോ ആണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ് ടു 5 മിനിറ്റ് വരെയുള്ള വീഡിയോ ഫയലുകൾ ഇതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ട്വിറ്ററിലാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് അതുപോലെ 20 സെക്കൻഡ് മാത്രമുള്ള വീഡിയോകളെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ താഴെ കാണാൻ പറ്റും പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ താഴെ നാലാമത് വരുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ഇവിടെ അറിയാൻ കഴിയും. അപ്പോൾ ഇതിൽ ഒരുപാട് ഫോളോ റിക്വസ്റ്റ് ഒക്കെ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ് ഇതുപോലെ. അതുപോലെ താഴെ അഞ്ചാമത് വരുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മളെ പ്രൊഫൈലാണ്. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളെ പേരും അതുപോലെ നമ്മളെ ബയോ അതുപോലെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ പോസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഈ 3 ഡോട്ടിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഹൂ ക്യാൻ റീപ്ലേ അങ്ങനെയുള്ള അത് നമുക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ ഹൈഡ് ലൈക്ക് കൗണ്ട് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഇതിലിവിടെ കാണാൻ പറ്റും എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ബയോ ഒക്കെ വേണമെങ്കിൽ നമുക്കിതിൽ വേറെ ആക്കി വെക്കണം ണെങ്കിൽ അത് ചെയ്യുക. ലിങ്കൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് പ്രൈവറ്റ് പ്രൊഫൈൽ ആക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. അതുപോലെ ഷെയർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ പ്രൊഫൈലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആയിട്ട് നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ഇതിലൂടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മുകളിൽ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു പേജിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു പേജിൽ ഈ ഒരു പ്രൊഫൈലിന് മുകളിലായിട്ട് ഒരു 2 ലൈൻ കാണാൻ പറ്റും. അതിലോട്ട് കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെറ്റിങ്സിൻ്റെ ആ ഒരു പേജ് ആവും വരിക. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൈവസി, അക്കൗണ്ട്, ലാംഗ്വേജ് ഒക്കെ, നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ത്രെഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.